വീണ്ടും വെള്ളിമാട് കുന്നിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ MSFന്റെ പ്രതിഷേധം ഈ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ 5 കുട്ടികൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതിൽ പ്രതിഷേധിച്ചാണ് വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൻ്റെ മുന്നിൽ MSF പ്രതിഷേധിക്കുന്നത്. രണ്ടാം തവണയാണ് MSFന്റെ പ്രതിഷേധം. ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയപ്പോൾ ആദ്യം MSFന്റെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. വീണ്ടും അവർ സംഘടിച്ച് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 9:30 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുക. അവർക്ക് വേണ്ടിയുള്ള ചോദ്യപേപ്പറുകളെല്ലാം എത്തിക്കഴിഞ്ഞു വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലേക്കെന്നാണ് ദീപക് തരമണ റിപ്പോർട്ട് ചെയ്ത്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ദീപക് തരമണ വെള്ളിമാട് കുന്നിൽ നിന്ന് വീണ്ടും ചേരുന്നു. ദീപക്, ഇപ്പോഴെന്താ നടക്കുന്നത് അവിടെ? ഇതാ MSFന്റെ പ്രതിഷേധ മാർച്ച് പോലീസുമായി ഒന്നും തള്ളു. അതിനുശേഷം പോലീസ് ഇതാ MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പരീക്ഷ തുടങ്ങാൻ 5 മിനിറ്റ് മാത്രം ബാക്കി. DO അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിൽ പരീക്ഷയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി. അതായത് ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ പ്രതികൾ താമസിക്കുന്ന നിലയുടെ തൊട്ടു താഴെയുള്ള മുറിയിൽ പരീക്ഷയ്ക്കുള്ള ക്രമീകരണമായി JDT സ്കൂളിൽ നിന്നും ഇൻവിജിലേറ്റർ എത്തി. ഒരു അധ്യാപകൻ ഇൻവിജിലേറ്ററായിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്കുള്ള ക്രമീകരണം ജുനൈൽ ജസ്റ്റിസ് ഹോമിനകത്ത് നടക്കുന്നു. അവസാനവട്ടം അതിനിടയിലാണ് MSFന്റെ പ്രതിഷേധം എത്തിയത്. ഇതാ പ്രതിഷേധക്കാർ പോലീസുമായി ഒന്നും തള്ളുമായി ഒടുവിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിനിടയിൽ ഈ ജുനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ച് ഉള്ളിൽ മതിൽ ചാടി കയറിയിട്ടുണ്ട്. അങ്ങനെ 2 പേർ അകത്തുണ്ട് എന്നുള്ള വിവരമുണ്ട്. പോലീസ് അവരെ തിരയുകയാണ്. ഏതായാലും ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതാ ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദീപക് ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്.